എല്ലാവർക്കും നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ട സംഭവത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള ജനാധിപത്യ സമരമാർഗങ്ങളിലാണ്. അവരാവശ്യപ്പെടുന്നത് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിൻ്റെ രാജിയാണ്. അത് കേവലം ഈ ഒരു സംഭവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യരംഗത്തുള്ള മന്ത്രിയുടെ ഇടപെടൽ പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് എന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്തുണയുമായി പല ഇടതുപക്ഷ നേതാക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് നിർമ്മിച്ചിരിക്കുന്നത് CPM-ൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ശ്രീമതി PP ദിവ്യയാണ്. നമുക്കറിയാം, നവീൻ ബാബു എന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ മരണത്തെ തുടർന്ന് ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ശ്രീമതി PP ദിവ്യ. ആ ദിവ്യയാണ് ഇപ്പോൾ ബിന്ദു എന്ന നിർഭാഗ്യവതിയായിട്ടുള്ള സ്ത്രീയുടെ മരണത്തെ തുടർന്ന്, ആ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ആരോപണം നേരിടുന്ന ശ്രീമതി വീണ ജോർജിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ശ്രീമതി PP ദിവ്യ ശ്രമിക്കുന്നത്. വലതു മാധ്യമങ്ങൾക്കുള്ള റേറ്റിംഗിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിനെ ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത്, അവിടെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. യാതൊരു വിധത്തിലും ഫിറ്റ്നസ് നൽകാൻ കഴിയാത്ത ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് പകരമായിട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു. അത് ഏതാണ്ട് പൂർത്തിയാവുകയും ഉദ്ഘാടനം കാത്തിരിക്കുകയുമാണ്. അവിടെ ഗുരുതരമായിട്ടുള്ള ബലക്ഷയം ആ കെട്ടിടത്തിനുണ്ട് എന്ന് കണ്ട്, അത് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടതിന് ശേഷവും അവിടെ വാർഡുകൾ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തന്നെയുമല്ല, അവിടെ വാർഡുകൾ മാത്രമല്ല, ആ ബിൽഡിങ്ങേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് നുണ പറയുന്നതിന് വേണ്ടിയാണ് ശ്രീമതി വീണ ജോർജും ശ്രീ VN വാസവനും ഒക്കെ ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് വലതു മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. ആ കെട്ടിടം അവിടെ നിലം പതിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിയിൽപ്പെട്ട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വലതു മാധ്യമങ്ങളുടെ TRPക്ക് വേണ്ടിയിട്ടുള്ള, റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കസായി മാറുക എന്നുള്ളതിനെക്കുറിച്ച് സത്യമായും എനിക്ക് മനസ്സിലാകുന്നില്ല. തന്നെയുമല്ല, ഇവിടെ വലതു മാധ്യമങ്ങളുടെ റേറ്റിങ്ങിനുള്ള ഒരു ഇര മാത്രമാണ് വീണ ജോർജ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ സത്യത്തിൽ ഇര മരണപ്പെട്ട ബിന്ദു എന്ന സഹോദരിയാണ്. ഈ ദുഷിച്ച സിസ്റ്റത്തിൻ്റെ ഇരയാണവർ. മന്ത്രി എല്ലായ്പ്പോഴും പറയുന്നുണ്ട് സിസ്റ്റമാണ് ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന്. ആ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന, ജനാധിപത്യപരമായി അതിന് അർഹതയുള്ള ശ്രീമതി വീണ ജോർജ് അമ്പയെ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ സിസ്റ്റം അവിടെ കൊളാപ്സ് ചെയ്തിരിക്കുന്നതും അതിനടിയിൽപ്പെട്ട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടതും. അതുകൊണ്ട് ഈ സംഭവത്തിൽ ഇരയായിട്ടുള്ളത് ശ്രീമതി വീണ ജോർജ് അല്ല, മറിച്ച് മരണപ്പെട്ട ബിന്ദുവാണ്. അപ്പോൾ അവിടെ നിന്ന് സത്യത്തിനെ, യാഥാർത്ഥ്യത്തിനെ ഒക്കെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് വീണ ജോർജിന് അനുകൂലമായിട്ടുള്ള ഒരു നാരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അതിന് രാഷ്ട്രീയ പാർട്ടികളെ ബ്ലെയിം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വാർത്ത സത്യസന്ധമായി കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ഒരു രാഷ്ട്രീയം ആരോപിച്ച് അവരെ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ ഇര വീണ ജോർജാണ് എന്ന് സ്ഥാപിക്കുന്നതിനുമുള്ള അങ്ങേയറ്റം മോശമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള ഒരു ശ്രമമാണ് ശ്രീമതി PP ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇടതു ഭരണത്തിൻ്റെ തുടർച്ചയിൽ അധികാരവും ചെങ്കോലുമൊന്നും ഇനിയും കിട്ടാൻ സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുന്ന കോപ്രായമാണ് ഈ പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ചെങ്കോലും മറ്റു കാര്യങ്ങളുമൊക്കെ ജനാധിപത്യത്തിലുമുണ്ട് എന്നാണ് PP ദിവ്യ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ചെങ്കോൽ ഒരു ഭരണമാറ്റമുണ്ടായി അത് പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് എന്ന തരത്തിൽ അവരിതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം തകർന്നു വീണു, അതിൽ അനാസ്ഥയുണ്ടായിരുന്നു, മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് കെടുകാര്യസ്ഥതയുണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കെയാണ് ഇതിനെ കേവലം കോപ്രായമായിട്ട് ശ്രീമതി PP ദിവ്യ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതും വെറും കോപ്രായമല്ല, കേവലം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതിന് വേണ്ടി നടത്തുന്ന കോപ്രായമാണ് എന്ന് പറയാൻ കണ്ണിൽ ചോരയുള്ള ഒരാൾക്കും സാധിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്തത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു ആരോപണമാണ്. കോട്ടയം ജില്ലക്കാരനായിട്ടുള്ള പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ ഈ അപകടം നടന്ന സമയത്ത് തന്നെ അവിടെ എത്തുകയും അവിടെ ശരിയായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ കെട്ടിടം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സൂപ്രണ്ടിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രീ VN വാസവൻ്റെയും ഒക്കെ പ്രസ്താവനകളെ സാധൂകരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് ആ ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാർഡിലുണ്ടായിരുന്ന ആൾക്കാരെ മറ്റ് സ്ഥലത്തേക്കും വരാന്തകളിലേക്കുമൊക്കെ മാറ്റുന്നതിനും കുറേയധികം ആൾക്കാർക്ക് നിർബന്ധിതമായിട്ട് ഡിസ്ചാർജ് കൊടുത്ത് വിടുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനെ തടഞ്ഞത് ശ്രീ ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാനം ആ നിർബന്ധിത ഡിസ്ചാർജ് പ്രക്രിയ അവരവസാനിപ്പിക്കേണ്ടി വന്നത്.
തന്നെയുമല്ല, ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് അതിൽ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം തന്നെ അതിശക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയ ജനപ്രതിനിധി കൂടിയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ജനപ്രതിനിധി ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ്റെ നടപടികളെയാണ് കേവലം അഭിനയം എന്നുള്ള ഒരു വാക്കുകൊണ്ട് പുച്ഛിക്കാനായിട്ട് ശ്രീമതി പി ദിവ്യ ശ്രമിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, അത് ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് എത്ര ഗംഭീരമായിട്ടുള്ള അഭിനയമായിരുന്നു ശ്രീമതി പി ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും അതിന് ഓസ്കാറിനേക്കാൾ വലിയ പുരസ്കാരമാണ് നൽകേണ്ടത് എന്നും ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അറിവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഭിനയത്തിന് കൃത്യമായി നോക്കി മാർക്കിടുന്നതിന് ശ്രീമതി പി ദിവ്യയ്ക്കുള്ള കഴിവിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. അടുത്തതാണ് ഇതിലെ ഏറ്റവും ദുഷിച്ച മറ്റൊരു ആരോപണം. ഈ കെട്ടിടം തകർന്നു വീണു എന്നറിഞ്ഞ ഉടനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ചാണ്ടി ഷോ നടത്തുന്നതിന് പകരം അദ്ദേഹത്തിന് രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുതായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഈ ഷിഫ്റ്റിംഗ് ഓഫ് ബ്ലെയിം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നടത്താനായിട്ട് ശ്രീമതി ദിവ്യ ശ്രമിക്കുന്നത്. ചാണ്ടി ഉമ്മൻ അല്ല അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അതിന് അർഹതപ്പെട്ട, ഉത്തരവാദിത്തപ്പെട്ട 2 മന്ത്രിമാർ എവിടെയുണ്ട്. തന്നെയല്ല, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ചുമതലകളുമുള്ള സൂപ്രണ്ടും അവിടെയുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത എന്തോ ഒരു എക്സ്ട്രാ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കണമായിരുന്നു എന്നാണ് ശ്രീമതി ദിവ്യ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീമതി ദിവ്യയോടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്, എന്തിനാണ് പിന്നെ മന്ത്രി അവിടെ ഇരിക്കുന്നത്? എന്തിനാണ് പിന്നീട് മന്ത്രി അവിടെ വന്നത്? എന്തിനാണ് മന്ത്രി അവിടെ നിന്ന് പ്രസംഗം നടത്തിയത്? അവിടെ വന്ന് സകല മാധ്യമങ്ങളുടെയും മുന്നിൽ നിന്ന് ഈ ബിൽഡിംഗ് പ്രവർത്തനരഹിതമായിരുന്നുവെന്ന് കല്ലുവെച്ച പെരും നുണ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർക്ക് രക്ഷാപ്രവർത്തനത്തിന് ഓർഡർ ഇടാൻ കഴിയാതെ പോയത് എന്നുള്ള ചോദ്യം നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്, അതല്ലാതെ ശ്രീ ചാണ്ടി ഉമ്മനോടല്ല. ഇതിപ്പോൾ മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറയുന്നതിന് പകരം അല്ല, രാജിവെക്കേണ്ടത് ശ്രീ ചാണ്ടി ഉമ്മനാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വിദണ്ഡവാദമാണ് എന്ന് ശ്രീമതി ദിവ്യ മനസ്സിലാക്കണം. അടുത്തത്, യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വെക്കുന്നതിന് വേണ്ടി പിരിച്ചെടുത്തിരിക്കുന്ന പണം മുക്കി എന്നുള്ള ഒരു ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണം CPMൻ്റെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ, ശ്രീമതി പി ദിവ്യയ്ക്ക് അത് ഉണ്ട് എങ്കിൽ, എന്തുകൊണ്ട് ഫോർമലായിട്ടുള്ള ഒരു പരാതി കൊടുത്ത് ചാണ്ടി ഉമ്മനെതിരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർക്കെതിരെ കേസെടുത്ത് അത് നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉന്നയിക്കാം, പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ കേവല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളെ ജനം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ്. അതിന് സാധിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ ഇത്തരത്തിൽ ജൽപ്പനങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളോട് സഹതാപവും പുച്ഛവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇനി ഏറ്റവും അവസാനമായി ശ്രീമതി പി ദിവ്യ ഒരു ഇരവാദം ഇറക്കുകയാണ്, ഒരു വിക്ടിം കാർഡ്. അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഉശിരി കൂടും എന്നാണ് പറയുന്നത്. അതായത് വീണ ജോർജ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ വേട്ടയാടപ്പെടുന്നു, അവർ വിമർശിക്കപ്പെടുന്നു എന്നുള്ള ഒരു വാദമാണ്. നോക്കൂ, ബലക്ഷയമുണ്ട് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്ന, ഫിറ്റ്നസ് കിട്ടാത്ത ഒരു കെട്ടിടം അവിടെ തുടർന്ന് പ്രവർത്തിക്കുകയും അത് അവസാനം കൊളാപ്സ് ചെയ്യുകയും ചെയ്ത് അതിലൊരു മരണവും ഉണ്ടാകുന്ന സമയത്ത് അവിടെ മന്ത്രിയായിരിക്കുന്ന ആളിൻ്റെ ജെൻഡർ എന്താണെന്ന് നോക്കി, സ്ത്രീയാണെങ്കിൽ ആരോപണം വേണ്ട, വെറുതെ വിടാം, അതല്ല പുരുഷനാണ് എങ്കിൽ മാത്രം നമ്മൾ ആരോപണം നടത്തിയാൽ മതി എന്ന രീതിയിലത്തേക്ക് നമ്മൾ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ പൊതുബോധം അതല്ല. അധികാരത്തിലിരിക്കുന്നയാൾ ആണോ പെണ്ണോ മൂന്നാമതൊരു ലിംഗമോ എന്തായാലും അവർ അക്കൗണ്ടബിൾ ആകുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ശ്രീമതി വീണ ജോർജ് ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അല്പം കൂടി ഉശിരങ്ങ് കാണിച്ചേക്കാം, അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ രാജിവെക്കണം എന്നുള്ള ഒരു ആരോപണമല്ല ഇവിടെ വരുന്നത്. ഇനി അതാണ് പൊതുബോധമെങ്കിൽ CPMന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സൗകര്യമായിട്ടുള്ള കാര്യം മന്ത്രിസഭയിലുള്ള 21 അംഗങ്ങളെയും മുഖ്യമന്ത്രി അടക്കം സ്ത്രീകളെയാക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ ഏത് രീതിയിലുള്ള ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാലും ഇരവാദം ഇറക്കാം. സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ അവഹേളിക്കുന്നു, അപ്പോൾ സ്ത്രീയാണ് മന്ത്രി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നത് എന്നറിയുമ്പോൾ ഈ ആക്ഷേപിക്കുന്ന വിമർശിക്കുന്ന ആൾക്കാരുടെ ഉശിരു കൂടും എന്നൊക്കെ പറയാം. എത്ര ബാലിശമായിട്ടുള്ള പൊട്ടവാദങ്ങളും പൊട്ട യുക്തികളുമാണ് ശ്രീമതി പി ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാലോചിച്ച് നോക്കുക. അവസാനം ഒരു വർഗ ഗുണമാണ് കാണിക്കുന്നത്. അതായത് CPMൻ്റെ പ്രധാനപ്പെട്ട ഒരാളിനെതിരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന്. അത് നിങ്ങൾ ചെയ്യുക, അത് നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പിന്തുണ മന്ത്രിക്ക് വരുന്ന സമയത്ത് ആൾക്കാർ അതിനെ ഏത് രീതിയിലാണ് സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ല എങ്കിലും നിങ്ങളുടെ പാർട്ടിക്കെങ്കിലും അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇരവാദമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആണായാലും പെണ്ണായാലും ഇനി മറ്റാരെങ്കിലും ആയാലും
നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം എന്നത് മനസ്സിലാക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു ആരോപണം വരുന്ന സമയത്ത് അയ്യോ ദാ പെണ്ണായതുകൊണ്ട് ആൾക്കാർ വിമർശിക്കുമ്പോൾ ഉശിരി കൂടുന്നേ എന്നൊന്നും പറയരുത്. ഇവിടെ നമുക്കറിയാമല്ലോ, ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് മന്ത്രി ശ്രീ എം പി രാജേഷിനെതിരെയാണ് ആരോപണം. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആരാണോ അതിൽ അക്കൗണ്ടബിൾ അവർക്കെതിരെയാണ് ആരോപണം ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിയുക. ഇത് നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല, മറിച്ച് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഒരൊറ്റ വർഗ്ഗമാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു വർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പമുള്ള ഒരാൾ ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കകളുമില്ലാതെ ആ ആളിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ബോധ്യം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സൂളുകൾ വിതറുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള വാദങ്ങളോട് ആൾക്കാർക്ക് തോന്നുന്നത് സഹതാപം പോലുമല്ല, മറിച്ച് തികഞ്ഞ പുച്ഛം മാത്രമാണ്. രാഷ്ട്രീയമായി എന്താണ് ശരിയായ ഇടപെടലെന്നും എങ്ങനെയാണ് ഇടപെടലുകൾ ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു സമൂഹമാണ് കേരളത്തിലേത്. കോട്ടയത്തെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങളാണ് ഈ പ്രവൃത്തികളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലും ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയാത്തൊരു സിസ്റ്റമാണ് നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശ്രീമതി പി ദിവ്യയുടെ വാദങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടും പുച്ഛത്തോടും കൂടി തള്ളിക്കളയാനായി മലയാളികൾ തയ്യാറാകും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യമാണ് ശരിയെന്ന് കാലം തെളിയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.